അങ്ങനെ ലണ്ടനിലെ രണ്ടാമത്തെ ദിവസത്തിൽ ലണ്ടൻ ഒക്കെ കണ്ടു. വളരെ മനോഹരമായിട്ടുള്ള ലണ്ടൻ സിറ്റിയുടെ കുറെ വ്യൂകളൊക്കെ കണ്ടതിന് ശേഷം തേംസ് നദിയിലൂടെ ഒരു ബോട്ട് യാത്രയാണ് ഇനിയുള്ള ലക്ഷ്യം. അപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ലണ്ടൻ നഗരത്തിന്റെ തന്നെ ഏറ്റവും പ്രധാനം അർഹിക്കുന്ന തേംസ് നദിയിലൂടെയാണ്. 342 കിലോമീറ്റർ നീളമുള്ള ഒരു നദിയാണ് ഈ തേംസ് നദി. ഈ തേംസ് നദിയുടെ ഇരു കരയിലുമായിട്ട് ലണ്ടൻ നഗരം അങ്ങനെ തല ഉയർത്തി നിൽക്കുകയാണ്. മനോഹരമായിട്ടുള്ള കെട്ടിടങ്ങളും പാലങ്ങളും ഒക്കെ ആയിട്ട്, പിന്നെ നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് ബിഗ് ബെൻ, ഇതൊക്കെ വളരെ അടുത്ത് തന്നെ ഏറ്റവും രസകരമായിട്ട് കാണാനുള്ള ഒരു യാത്ര തന്നെയാണ് ഈ ഒരു ബോട്ട് ക്രൂയിസ് എന്ന് പറയുന്നത്. ഈ ഒരു യാത്ര നമ്മൾ പ്രധാനമായിട്ടും പോകുന്നത് പ്രസിദ്ധമായിട്ടുള്ള ലണ്ടൻ ബ്രിഡ്ജ് കാണാനുള്ള ഒരു സംവിധാനം ഈ ഒരു യാത്രയിൽ നമുക്ക് ലഭിക്കുമെന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ലണ്ടൻ ബ്രിഡ്ജിന് അടിയിലൂടെ ആയിട്ട് ഈ ഒരു ബോട്ടിന്റെ ഒരു യാത്രയുണ്ട്. അതാണ് നമ്മളെ ഏറ്റവും മോഹിപ്പിക്കുന്ന ഒരു കാര്യം. നമ്മൾ ചെറുപ്പകാലങ്ങളിൽ ഒരുപാട് കഥകളിലും കവിതകളിലും ഒക്കെ കേട്ട് പരിചയമുള്ള തേംസ് നദിയിലൂടെ യാത്ര ചെയ്യാൻ പറ്റുന്നത് തന്നെ വളരെ ഒരു ഭാഗ്യമായിട്ട് തന്നെയാണ് കാണുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു യാത്രയിൽ തന്നെ ലണ്ടനയുടെ ഒക്കെ അതിമനോഹരമായിട്ടുള്ള കാഴ്ചകൾ നമുക്ക് താഴെ തന്നെ നമുക്ക് ഈ നദിയിലൂടെ പോകുമ്പോൾ തന്നെ കാണാൻ പറ്റും. അനേകം പാലങ്ങളാണ്. ഇപ്പൊ നമ്മളിപ്പോ കാണുന്നത് ട്രെയിനൊക്കെ പോകുന്ന ഒരു വലിയൊരു പാലമാണ്. അതിനടിയിലൂടെയും നമ്മുടെ ഈ ഒരു ബോട്ട് കടന്നുപോയി. ഒരുപാട് ബാർജുകളും അതുപോലെ തന്നെ ഉല്ലാസ നോവുകളും ഒക്കെ ഈ ഒരു തേംസ് നദിയിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വലിയൊരു ഉല്ലാസത്തിനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ഇടം തന്നെയാണ് ലണ്ടനിൽ എത്തുന്ന സഞ്ചാരികൾക്കൊക്കെ. ലണ്ടന്റെ പുതിയ നഗരമാണ് നമ്മൾ ഈ ദൂരെ കാണുന്ന ഭാഗങ്ങളൊക്കെ. പുതിയ നഗരത്തിലെ വളരെ ഉയരത്തിലുള്ള കെട്ടിടങ്ങളും വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഡിസൈനിലുള്ള കെട്ടിടങ്ങളും ഹോട്ടലുകളൊക്കെയാണ് നമ്മളിവിടെ കാണുന്നത്. വളരെ വ്യത്യസ്തമായിട്ടുള്ള രൂപകൽപ്പനയൊക്കെയാണ് പല കെട്ടിടങ്ങൾക്കും ഉള്ളത്. അനേകം പാലങ്ങളുടെ അടിയിലൂടെയാണ് നമ്മൾ ഈ ഒരു ക്രൂസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പാലത്തിന് മുകളിലുള്ള ആളുകളൊക്കെ നമ്മളെ കൈവീശി കാണിക്കുന്നുണ്ട്. സഞ്ചാരികൾ തിരിച്ചും ആഘോഷപൂർവ്വം ശബ്ദമുണ്ടാക്കിക്കൊണ്ട് തന്നെ കൈവീശി കാണിക്കുന്നുണ്ട്. അതിനൊരു പ്രധാന കാരണം കൂടിയുണ്ട്. കാരണം ഇതിലൊരു ഗൈഡ് ഉണ്ട്. ഈ ഗൈഡ് മൈക്കിലൂടെ പല കാര്യങ്ങളും അനൗൺസ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ എല്ലാവരും എന്റർടൈൻ ചെയ്യിപ്പിക്കുന്നുമുണ്ട്. അപ്പൊ ഓരോ പാലത്തിന് ചോട്ടിലെത്തുമ്പോഴും ഈ ഗൈഡ് പറയും, ഉറക്ക ശബ്ദമുണ്ടാക്കി കൈവീശി കാണിക്കാൻ പറയും. അതിനനുസരിച്ചിട്ട് എല്ലാവരും കൈവീശി കാണിക്കുകയാണ്. വളരെ രസകരമായിട്ടുള്ള ഒരു യാത്രയായിട്ട് തന്നെയാണ് ഇത് തോന്നിയത്. കാരണം വളരെ ചുറുചുറുക്കുള്ള ഒരു ഗൈഡായിരുന്നു ഇതിനകത്തുള്ളത്. ഒരു 18 ഒരു 25 വയസ്സിനിടയിലുള്ള ഒരു ചുറുചുറുക്കുള്ള ഒരു ഗൈഡ്. അങ്ങനെ ഓരോ പാലത്തിന് ചോട്ടിലെത്തുമ്പോഴും ഗൈഡ് ഉടനെ തന്നെ കൈവക്കി ആർത്ത് വിളിക്കാൻ പറയും. അതിനനുസരിച്ച് ആളുകളും അതൊരു എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഈ കെട്ടിടങ്ങൾ, ഇതിന് കരയിലുള്ള കെട്ടിടങ്ങളുടെ കാര്യങ്ങളും പാലങ്ങളുടെ ചരിത്രങ്ങളും ഒക്കെ ഈ ഒരു ഗൈഡ് വിശദീകരിച്ച് തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കൊരു ഐഡിയ കിട്ടും ഈ ഒരു യാത്രയിൽ. അങ്ങനെ ഏതാണ്ട് അരമണിക്കൂറോളം സമയം നമ്മൾ ഈ നദിയിലൂടെ യാത്ര ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ ഒരു ദൂരത്ത് കാണുന്ന അതിമനോഹരമായിട്ടുള്ള ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതായത് ലണ്ടൻ ബ്രിഡ്ജിന് സമീപത്തായിട്ട് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതുവരെ കാണുന്നതാണ് പ്രസിദ്ധമായിട്ടുള്ള ലണ്ടൻ ബ്രിഡ്ജ്. പൂർണ്ണമായിട്ടും സഞ്ചാരത്തിന് വേണ്ടി തുറന്നു കൊടുത്തിരിക്കുന്ന ഒരു ബ്രിഡ്ജാണ് ഈ ലണ്ടൻ ബ്രിഡ്ജ്. റോമക്കാരാണ് ആദ്യമായിട്ട് ഈ ഒരു ബ്രിഡ്ജ് മരത്തിന്റെ പലകകളൊക്കെ വെച്ച് ഉണ്ടാക്കിയിരുന്നത്. എന്നാൽ അത് കുറെ കാലത്തിന് ശേഷം അത് നശിപ്പിക്കപ്പെട്ടു പോയി. പിന്നെ വീണ്ടും ഒരു പാലം ഉണ്ടാക്കി, അതും നശിപ്പിക്കപ്പെട്ടു പോയി. അങ്ങനെ 1976 നമ്മളിപ്പോ ഇന്ന് കാണുന്ന ഈ ഒരു അത്ഭുത നിർമ്മിതി എന്ന് പറയുന്ന ഈ ഒരു പാലം ഉണ്ടായിരിക്കുന്നത്. കോൺക്രീറ്റും സ്റ്റീലും കരിങ്കല്ലും ഒക്കെ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന അതിമനോഹരമായിട്ടുള്ള ഈ ഒരു ലണ്ടൻ ബ്രിഡ്ജ് നമ്മൾ ഒരുപാട് മൂവികളിലും ഒരുപാട് ലേഖനങ്ങളിലും ഒക്കെ കണ്ടിട്ടുള്ള ഈ ലണ്ടൻ ബ്രിഡ്ജിന്റെ സമീപത്തേക്കാണ് ഇപ്പൊ നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് ആളുകൾ ഇതിന്റെയൊക്കെ ടവറിന് മുകളിലൊക്കെ കയറി നിൽക്കുന്നുണ്ട്. ഒരുപാട് ആളുകൾ യാത്ര ചെയ്യുന്നതും നമുക്ക് കാണാം. മെയിനായിട്ട് സഞ്ചാരയോഗ്യമായിട്ടുള്ള ഒരു പാലം തന്നെയാണ് ഈ ഒരു ലണ്ടൻ ബ്രിഡ്ജ്. എല്ലാവരും ഒരു കൗതുകത്തിനും ഇത് കാണാൻ വേണ്ടിയിട്ടും ഇവിടെ എത്തിപ്പെടുന്നുണ്ട്. ഒരുപാട് ആളുകളെ നമുക്ക് ഓരോരോ ഗോപുരങ്ങൾക്ക് മുകളിലും പാലത്തിന്റെ മുകളിലും ഒരു പാലമുണ്ട്. 2 ടവറുകളെയും കണക്ട് ചെയ്യുന്ന രീതിയിൽ. ഇതൊരു ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഒരു പാലമാണ്. ഷിപ്പുകൾക്കൊക്കെ പോകാൻ വേണ്ടി ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഒരു പാലമാണിത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ കാണാൻ തന്നെ വളരെ ഭംഗിയാണ്. ഇതിന് മുകളിൽ ഒരുപാട് സഞ്ചാരികൾ നമുക്ക് കൈ കാണിക്കുന്നൊക്കെ ഉണ്ട്.
So keep your phones at the ready for these wonderful photos. Just be sure to use all the appropriate hashtags when you അങ്ങനെ ലണ്ടൻ ബ്രിഡ്ജിന്റെ മുന്നിലെത്തി അവിടുന്ന് 2 റൗണ്ടൊക്കെ ചുറ്റിയിട്ട് നമ്മുടെ ബോട്ട് ഇനി വന്ന ഭാഗത്തേക്ക് തന്നെ തിരിച്ചു പോവുകയാണ്. അതിമനോഹരമായിട്ടുള്ള ഒരു രൂപം തന്നെയാണ് ഈ ഒരു ലണ്ടൻ ബ്രിഡ്ജിന്റെ. അത് കാണുന്ന ഒരുപാട് കാലങ്ങളായിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു. അത് ഇവിടെ നിന്ന് പൂർത്തിയാവുകയാണ്. അങ്ങനെ നമ്മൾ വീണ്ടും ഈ ഒരു കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് തിരിച്ച് നമ്മുടെ രണ്ടനയുടെ സമീപത്തേക്ക് തന്നെ ബോട്ട് ജെട്ടിയിലേക്ക് നീങ്ങുകയാണ്. അങ്ങനെ നമ്മൾ ഡിന്നർ കഴിക്കാനായിട്ട് എത്തിയിരിക്കുകയാണ്. ഇവിടെ ഡിന്നറിനുള്ള സമയമൊന്നും ആയിട്ടില്ല എന്ന് തോന്നുമെങ്കിലും നല്ല വെളിച്ചമൊക്കെ ഉണ്ട്. സമയമൊക്കെ ഏകദേശം 7 മണിയായി. നല്ല ഫുഡ് കിട്ടുന്ന ഒരു ഏരിയ ആണ്. ഇവിടെ അധികവും പാകിസ്ഥാനി ഫുഡുകളുണ്ട്, ഇന്ത്യൻ ഫുഡുകളും ഒക്കെ കൂടുതലായിട്ടുണ്ട്. ടേസ്റ്റ് ഓഫ് ലാഹോർ എന്ന് കാണാം. ഇവിടെ ഒരുപാട് ഇന്ത്യ, പാകിസ്ഥാനി, ബംഗ്ലാദേശി ആളുകളുണ്ട്. അപ്പുറത്ത് നമുക്കൊരു ഫ്രൂട്ട്സിൻ്റെ കടയൊക്കെ കാണാം. ഏറ്റവും കൂടുതലായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ഡബിൾ സ്റ്റോറീഡ് ബസ്സുകൾ തന്നെയാണ്. അതിലെ ഡ്രൈവറെ നോക്കുക, ഒരു പഞ്ചാബിയാണ് ഡ്രൈവ് ചെയ്യുന്നത്. ഇവിടെ അധികവും ഡ്രൈവേഴ്സായിട്ട് പഞ്ചാബികളാണ് ഉണ്ടാവുക. ഏകദേശം ഒരു മിനി ഇന്ത്യ ആയിട്ട് മാറിയിട്ടുണ്ട്. ലണ്ടനിലെ ഏറ്റവും കൂടുതൽ ഇന്ത്യ, പാകിസ്ഥാനി, ബംഗ്ലാദേശി ആളുകൾ താമസിക്കുന്ന ഒരു തെരുവാണിത്. ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് ഇന്ത്യൻസിനും, നമ്മളെവിടെ പോയി നോക്കിക്കഴിഞ്ഞാലും ഇവിടെ മലയാളികളെയൊക്കെ ഒരുപാട് കാണാൻ പറ്റുന്നുണ്ട്, ഇന്ത്യക്കാരെയൊക്കെ ഒരുപാട് കാണാൻ പറ്റുന്നുണ്ട്. ഒരുപാട് കടകളുണ്ട് ഈ ഒരു ഭാഗത്ത്. ലണ്ടന്റെ തെരുവുകളൊക്കെ കാണാൻ വളരെ രസകരമാണ്. പിന്നെ ഇവിടുത്തെ ഡ്രൈവിംഗ് രീതിയും ഒക്കെ നമ്മുടെ നാട്ടിലുള്ള സെയിം ഡ്രൈവിംഗ് രീതിയാണ്, റൈറ്റ് ഹാൻഡ് ഡ്രൈവ്. അതുപോലെ തന്നെ നമുക്കൊരു പ്രത്യേകിച്ച് ഒരു കൺഫ്യൂഷൻസ് ഒന്നും ഇവിടുത്തെ ഡ്രൈവിംഗ് ഒന്നും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാവില്ല. അതുപോലെ തന്നെ റോഡുകളൊക്കെ വളരെ ചെറിയ വീതി കുറഞ്ഞ റോഡുകളാണ്. ഒരു ബസ്സിനൊക്കെ കഷ്ടിച്ചു പോകാൻ പറ്റുന്ന വീതിയിലുള്ള റോഡുകളാണ്. അതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിലും നമുക്ക് ട്രാഫിക് ബ്ലോക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇതൊന്നും എക്സ്പാൻഡ് കൂടി ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് അത്രയും നഗരം വളർന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഒന്നും പൊളിച്ചുണ്ടാക്കാനോ അങ്ങനെയൊന്നും കഴിയില്ല. കാരണം ഒക്കെ കെട്ടിടങ്ങളൊക്കെ തന്നെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കെട്ടിടങ്ങളൊക്കെയാണ്. അങ്ങനെ അതിമനോഹരമായിട്ട് അതവർ കീപ്പ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഗുഡ് മോർണിംഗ് ഓക്സ്ഫോർഡ്. നമ്മൾ എത്തിയിരിക്കുന്നത് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി മ്യൂസിയം കാണുവാനായിട്ടാണ്. ഒരുപാട് നമ്മൾ കേൾക്കുക എന്നല്ലാതെ ഓക്സ്ഫോർഡ് എന്ന് കേൾക്കുക എന്നല്ലാതെ ആദ്യമായിട്ടാണ് ഇപ്പോൾ ഓക്സ്ഫോർഡ് എന്നുള്ള സ്ഥലവും അതുപോലെ തന്നെ അവിടുത്തെ യൂണിവേഴ്സിറ്റി ആയിട്ട് ബന്ധപ്പെട്ടുള്ള മ്യൂസിയമൊക്കെ കാണാനായിട്ട് ഇവിടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മളെ ഈ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി മ്യൂസിയത്തിലെ വിശേഷങ്ങളെന്ന് നമുക്ക് നോക്കാം. നല്ല അടിപൊളി ഒരു സ്ഥലമാണ് ഓക്സ്ഫോർഡ് എന്ന് പറയുന്ന ഈ ഒരു പ്രദേശം. അടിപൊളിയായിട്ടുള്ള വ്യൂ ആയിരുന്നു നമ്മൾ വരുമ്പോഴൊക്കെ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. വളരെ പരമ്പരാഗതമായിട്ടുള്ള കെട്ടിടങ്ങളും അതുപോലെ തന്നെ ഒരു പ്രത്യേക രീതിയിലുള്ള ആളുകളും നല്ല കാലാവസ്ഥയും ഒക്കെ തന്നെയാണ് ഇവിടെയുള്ളത്. ബിൽഡിങ്ങിൻ്റെയൊക്കെ കൺസ്ട്രക്ഷൻ നമ്മൾ ഇന്നലെ ലണ്ടനിൽ കണ്ടതുപോലെയൊന്നുമല്ല, വളരെ എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള കൺസ്ട്രക്ഷൻ രീതികളും ഒക്കെ തന്നെയാണ്. രസകരമായിട്ടുള്ളൊരു സ്ഥലം.
ഓക്സ്ഫോർഡ് പ്രദേശത്തെ നല്ല ഭംഗിയുള്ള ബിൽഡിങ്ങുകളും ഇവിടുത്തെ ജീവിത രീതിയൊക്കെയാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. നടന്ന് വലിയൊരു കെട്ടിടത്തിൻ്റെ മുന്നിലേക്ക് എത്തി. ഇവിടെ ഒരു പ്രൊട്ടസ്റ്റ് നടക്കുന്നുണ്ട്. ഇവിടെ അവർ നല്ല പോലെ തമ്പടിച്ചിട്ട് സമരം നടത്തുകയാണ്. കൂടാരമൊക്കെ കെട്ടിയിട്ടുണ്ട് മൈതാനത്തിൽ. ഈ കൂടാരത്തിൽ സമരക്കാർ ഇവിടെ താമസിച്ചുകൊണ്ട് സമരം നടത്തുന്ന രീതിയാണ് ഇവിടെ കാണുന്നത്. നല്ല രസകരമായിട്ടുള്ള ചെറിയ ചെറിയ ടെൻറ്റുകളാണ്. ഇതൊക്കെ ആളുകൾ താമസിക്കുന്നുണ്ടാവും. ആ ഭാഗത്ത് അവർക്കുള്ളൊരു ക്യാൻറ്റീന് പ്രവർത്തിക്കുന്നുണ്ട്. സമരക്കാർക്കുള്ള ഭക്ഷണമൊക്കെ അവിടെ ആയിരിക്കും. എന്തായാലും ഇവിടുത്തെ സമര രീതികൾ വളരെ വ്യത്യസ്തമാണ്. നമ്മുടെ നാട്ടിലുള്ള പോലെ റോഡ് ബ്ലോക്ക് ചെയ്തുകൊണ്ട് ഉള്ളൊരു സമര രീതിയൊന്നുമല്ല. നല്ല രീതിയിൽ ഇവരൊരു മൈതാനത്ത് തടിച്ചുകൂടി അവിടെ ടെൻ്റൊക്കെ കെട്ടി താമസിച്ചുകൊണ്ടുള്ള ഒരു സമര രീതിയാണ്. അങ്ങനെ നമ്മൾ ഈ വലിയൊരു കെട്ടിടത്തിൻ്റെ മുന്നിൽ അവിടെയാണ് ഇവിടെ സമരം നടക്കുന്നത്. തന്നെയാണ് മ്യൂസിയം, ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി മ്യൂസിയം. ഇവിടെ ചെറിയൊരു കോഫി ഷോപ്പുണ്ട്. നമ്മുടെ നാട്ടിലെ തട്ടുകട, അതിൻ്റെ ഒരു അഡ്വാൻസ്ഡ് വേർഷനാണ്. കോഫിയും സ്നാക്സും ഒക്കെയാണ്. സമരക്കാരൊക്കെ ഉള്ളതുകൊണ്ട് കച്ചവടം നന്നായി നടക്കും. ഇത് നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഗാസയിലെ യുദ്ധത്തിനെതിരായിട്ടുള്ള ഒരു പ്രതിഷേധ പ്രകടനമാണ് ഇവിടെ നടക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ പറ്റിയത്. ഇവിടെയൊക്കെ നല്ല ചെയറുകളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇവിടെ ഇരുന്ന് കോഫി കുടിക്കാനുള്ള സംവിധാനമാണ്. കാരണം അവിടെയുള്ള തട്ടുകടയിൽ നിന്ന് കോഫിയൊക്കെ വാങ്ങിച്ചിട്ട് ഇവിടെ ഇരുന്ന് കഴിക്കാം. നല്ല കളർഫുള്ളായിട്ടുള്ള ടേബിളും ചെയറും ഒക്കെയാണ്. ഇവിടെ ഓക്സ്ഫോർഡ് മ്യൂസിയം ഓഫ് നാച്ചുറൽ ഹിസ്റ്ററിയുടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. അതിലുള്ള കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ ഇവിടെ കുറച്ച് നേരത്തെ എത്തിപ്പോയി. ഓപ്പണിംഗ് ടൈം 10 AM നമ്മൾ 9:30 ഇവിടെ എത്തി. അങ്ങനെ ഫ്രീ പാലസ്തീൻ എന്നുള്ള മുദ്രാവാക്യവും മുഴക്കിയിട്ടാണ് ഇവരുടെ സമരമെന്ന് അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലായി. ഫ്രീ പാലസ്തീൻ ഇവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്, ഫ്ലാഗും ഉണ്ട്. വിദ്യാർത്ഥികളുടെ സമരമാർഗമാണിത് ഇവിടെ കാണുന്നത്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും പാലസ്തീൻ അനുകൂലമായിട്ടുള്ള സമര പരിപാടികളൊക്കെ നടക്കുന്നതിൻ്റെ ഒരു ഭാഗം ഇവിടെയും നടക്കുന്നു. അങ്ങനെ അരമണിക്കൂറും കൂടി വെയിറ്റ് ചെയ്യണം നമുക്ക് ഈ ഒരു മ്യൂസിയത്തിനകത്തേക്ക് കയറണമെങ്കിൽ. നല്ല തണുപ്പുണ്ട്. കാരണം ഇന്നലത്തെ പോലെയല്ല. ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ നല്ല ജാക്കറ്റൊന്നും എടുത്തതുമില്ല. നോർമൽ ഒരു ജീൻസ് ജാക്കറ്റ് എടുത്ത് പോകുന്നതാണ്. അപ്പോൾ അത് ഇവിടുന്ന് പണിയാവുമെന്ന് തോന്നുന്നുണ്ട്. കാരണം ഇനി നാളെ പോകാനുള്ളത് വെയിൽസിലേക്കാണ്. കാർഡിഫ്, പിന്നെ അയർലൻഡ്. അവിടെയൊക്കെ ഇനി എന്താ ടെമ്പറേച്ചറിൻ്റെ സ്ഥിതി എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഞാനത് ഫോർകാസ്റ്റ് നോക്കിയിട്ടാണ് വന്നത്. ഫോർകാസ്റ്റ് പ്രകാരം 14 ഡിഗ്രി ഒക്കെ കാണുന്നുള്ളൂ. പക്ഷേ ഈ വിൻഡിൻ്റെ സാന്നിധ്യം, അതായത് റിയൽ ഫീൽ കുറച്ച് കൂടുതലാണെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതൊക്കെ വെച്ച് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ ഒരുപാട് കോളേജുകളുണ്ട്. 10-30 അനേകം കോളേജുകളും അതുപോലെ തന്നെ അണ്ടർ ഗ്രാജുവേറ്റ് സ്കൂളുകളും ഒക്കെ നിറഞ്ഞു നിൽക്കുന്നൊരു സമുച്ചയമാണ് ശരിക്കും ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി കോംപ്ലക്സ് എന്ന് പറയുന്നത്.
ഇതിനകത്തുള്ള ഒരു മ്യൂസിയത്തിലാണ് നമ്മളിനി കയറാൻ പോകുന്നത്. നമ്മളതിൻ്റെ ടൈം വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയായിരുന്നു. ഒരുപാട് കുട്ടികളെയൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. പല സ്കൂളുകളിലുള്ള കുട്ടികളും അതുപോലെ തന്നെ കോളേജ് കുട്ടികളും ഒക്കെ ഒരുപാട് ആളുകളുണ്ട്. നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് ആളുകൾ ഇവിടെ പഠിക്കാനായിട്ട് വരുന്നുണ്ട്. അവിടെ അഡ്മിഷനൊക്കെ കിട്ടുക എന്ന് പറയുന്നത് നല്ലൊരു ടാസ്ക് തന്നെയാണ്. അവിടെ കണ്ടൊരു കുട്ടിയോട് നമ്മൾ വിശേഷങ്ങളൊക്കെ ചോദിച്ചൊരു ഇന്ത്യക്കാരിയാണ്. ഇവിടെ ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിനിയാണ്. അവരോട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചു നോക്കി. അങ്ങനെ മ്യൂസിയം ഓപ്പണിംഗ് ടൈമായി. എല്ലാം ഷാർപ്പ് ടൈമിൽ തന്നെയാണ് കാര്യങ്ങൾ നടക്കുന്നത്. കറക്റ്റ് 10 മണിയായി ഓപ്പണായി. നമ്മൾ അതിനകത്തേക്ക് എൻട്രി ചെയ്യാണ്. ഇതിൽ എൻട്രി വളരെ ഫ്രീ ആണ്. താങ്ക് യു. അങ്ങനെ നമ്മൾ മ്യൂസിയത്തിന് അകത്തേക്ക് കയറിയിരിക്കുകയാണ്. നമുക്കിവിടെ കാണാൻ പറ്റുന്നത് വലിയൊരു ഡൈനോസറിൻ്റെ ഒരു സ്കെൽട്ടനാണ്. ഒറിജിനലാണ്. ഒറിജിനൽ ഡിനോസറിൻ്റെ വലുപ്പം ഇത്രയായിരുന്നു. എന്താണ് വലുപ്പം? ഒരു വെയിലിൻ്റെ സ്കള്ള് ഇവിടെ കാണാം. ഒറിജിനൽ കരടിയുടെ തൊലിയിൽ നിന്നുണ്ടാക്കിയതാണ്. വിവിധതരം സ്പീഷീസിനെ കാണാം. $252 മില്യൺ വർഷങ്ങൾക്ക് മുമ്പുള്ള ഓരോ സ്കള്ളുകളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്തൊരു വലുപ്പമാണ്! ഡൈനോസറസാണ് ഇത്. ബിൽഡിങ്ങിൻ്റെ സ്ട്രക്ചറിനെ നല്ല രസമായിട്ടുണ്ട്. അതിനോട് തന്നെ മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള സ്ട്രക്ചേഴ്സാണ്. ഒരുപാട് ഫോസിലുകൾ മുകളിലൊക്കെ ആയിട്ടുണ്ട്. ഡൈനോസറിൻ്റെ വാലിൻ്റെ ഒരു ലെങ്ത്ത് ഓസ്ട്രിച്ചിൻ്റെ ഒരു സ്റ്റഫ്ഡ് മോഡലുണ്ട്. പട്ടുകൂറ്റൻ മുതലയുടെ സ്റ്റഫ്ഡ് മോഡലുണ്ട്. ഒറിജിനലിനെ വെല്ലുന്ന സ്റ്റഫ്ഡ് മോഡലുകളാണ്.
ജിറാഫ് ഉൾപ്പെടെയുള്ള ജീവികളുടെ ഫോസിലുകളുണ്ട്. ഒരുപാട് ചെറിയ പാമ്പുകളും പുഴുക്കളും ഒക്കെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. പഴയകാല മനുഷ്യൻ്റെ ഫോസിലുകളാണ്. മറ്റൊരു മേഖലയിലേക്കാണ് നമ്മൾ എൻ്റർ ചെയ്യുന്നത്. പുരാതന കാലഘട്ടത്തിലെ പാത്രങ്ങളും മനുഷ്യർ ഉപയോഗിച്ചിരുന്ന കുറേ വസ്തുക്കളുടെയൊക്കെ കളക്ഷനാണ്. ഇത് പല രാജ്യങ്ങളുടേതും ഉണ്ട്. ഈജിപ്ഷ്യൻ മമ്മികൾ, വിവിധങ്ങളായിട്ടുള്ള വാദ്യോപകരണങ്ങൾ, മുകൾ നിലയിലൊക്കെ ഒരുപാട് അതുപോലെ തന്നെ ഒരുപാട് ഐറ്റംസ് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു മ്യൂസിയത്തിനകത്തുള്ളത്. ഇപ്പുറത്തെ സൈഡിലേക്കൊക്കെ ഡൈനോസേഴ്സിൻ്റെയൊക്കെ സ്കള്ളുകളൊക്കെ വീണ്ടും ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. $200 മില്യൺ വർഷങ്ങൾ പഴക്കമുള്ള ഒരു തടി കഷ്ണമാണിത്. കടൽ ജീവിയുടെ ഫോസിലാണ്. ഇതൊക്കെ നമ്മുടെ ജുറാസിക് പാർക്ക് സിനിമയിൽ കണ്ടപ്പോൾ ഇതൊക്കെ ഒറിജിനലായിട്ട് ഉണ്ട് എന്ന് നമ്മൾ സംശയിച്ചിരുന്നു. പക്ഷെ അതിൻ്റെയൊക്കെ ഒറിജിനൽ സാധനങ്ങളാണ് ഇവിടെ, ഫോസിലുകളാണ്. അതൊരു അത്ഭുത ലോകം തന്നെയാണ് ഇവിടെ. കോടിക്കണക്കിന് വർഷം മുമ്പുള്ള ജീവികളുടെയൊക്കെ ഫോസിലുകളും കാര്യങ്ങളും, അതുപോലെ മനുഷ്യർ ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങൾ, മനുഷ്യരുണ്ടാവുന്നതിന് മുൻപേ ഉള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഒരു വേർത്താണ് എന്തായാലും ഇവിടെ വന്നാൽ കാണാനായിട്ട്.
നമ്മൾ ഈ ഡിവൈസ് ഇതിലുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ തൊടുന്നുണ്ടോ എന്ന് നോക്കാനായിട്ട് ഒരുപാട് ആളുകളുണ്ട്. ഇതൊന്നും തൊടാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. ഇത്രയും വർഷങ്ങൾ പഴക്കമുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. മൊബൈൽ ജോയുമായി ബന്ധപ്പെട്ടിട്ടൊരു സുവനീർ ഷോപ്പ് പുറത്തുണ്ട്. അതുമായി ബന്ധപ്പെട്ട സുവനീറുകളൊക്കെ വാങ്ങാനുള്ള ഒരു സൗകര്യം. വ്യത്യസ്ത സ്റ്റോണുകളാണ്. ഡയമണ്ട്സൊക്കെ ഉണ്ടാക്കുന്ന സ്റ്റോണുകളായിരിക്കാം. അടിപൊളിയൊരു സ്റ്റോൺ ഇവിടെ കാണാം. 10 മില്യൺ വർഷങ്ങൾ പഴക്കമുള്ളതാണിത്. ഫൂൾസ് ഗോൾഡ് 1.1 ബില്യൺ ഇയേഴ്സ് ഓഫ് ഓൾഡുള്ള സ്റ്റോണാണിത്. ഇതിൻ്റെ സ്റ്റെപ്പ് കയറിയിട്ട് മുകളിലോട്ടും ഉണ്ട് കുറേ. ഇവിടെ ശരിക്കും സമയമെടുത്ത് കാണണം. നമുക്ക് സമയക്കുറവുള്ളതുകൊണ്ട് കാര്യമായിട്ടൊന്നും നടക്കില്ല. നമുക്ക് താഴോട്ടുള്ള വ്യൂ തന്നെ വളരെ രസകരമാണ്. കുറേ ഇൻസെക്ട്സ് ഒക്കെയാണ് ഇവിടെ ഉള്ളത്. ഞാൻ താഴോട്ട് ഇറങ്ങാൻ തീരുമാനിച്ചു. നമുക്ക് അടുത്ത ലൊക്കേഷനിലേക്ക് പോകേണ്ടതുണ്ട്. വ്യത്യസ്തമായിട്ടുള്ള ഇൻസെക്ട്സിനൊക്കെ അവിടെ കാണിച്ചിട്ടുണ്ട്.